ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു സാറ്റർഡേ ബ്ലോഗാണ്. ഇന്നാണ് ഞാനിത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സാറ്റർഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് ലീവ് ഉള്ള ഡേ ആണ്. മൺഡേ ടു ഫ്രൈഡേ വരെ ജോലി ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് സാറ്റർഡേ ആണ് ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ്, ഇന്ന് ശനിയാഴ്ച ഞാൻ എല്ലാ ജോലിയും തീർത്തതിന് ശേഷം സൺഡേ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് ഇരിക്കാറ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പോവാം. ഇപ്പോൾ അടുത്ത കാലത്ത് തുടങ്ങിയൊരു കാര്യമാണ്. ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഞാനിപ്പോൾ മാറ്റാനൊക്കെ ഒരുപാട് ടൈം എടുക്കാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മേക്കപ്പൊക്കെ ഞാൻ അഡീഷണൽ ഒരുപാട് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് എന്നാണ് നല്ല വൃത്തിയിലും അതുപോലെ തന്നെ ഒരുപാട് ടൈം എടുത്ത് മാറ്റുന്നത്. ആ സമയത്ത് എനിക്ക് ഒരുപാട് കോൺഫിഡൻസും അതുപോലെ തന്നെ നല്ലൊരു മൈൻഡും എനിക്ക് കിട്ടാറുണ്ട്, തോന്നിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ പുറത്ത് പോയി ഒരുപാട് ജോലികൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഇന്ന് എന്ത് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 2 പൊറോട്ടയും ഒരു ബീഫ് കറിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നെ അവിടുത്തെ അവരെന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ബീഫ് കറി, എങ്ങനെയുണ്ട്, അടിപൊളിയാണോ ഒക്കെ ചോദിച്ചു എന്നോട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും എല്ലാ സാറ്റർഡേയ്സിലും മിക്കവാറും സാറ്റർഡേയ്സിലും ഞാൻ കാലിക്കറ്റ് ലൈബ്രറി പോകാറുണ്ട്. അപ്പോൾ അവിടേക്കുള്ള യാത്ര എന്ന് പറയുന്നത് എനിക്ക് വളരെ റിലാക്സിങ് ആയിട്ടുള്ളൊരു യാത്രയാണ്. കാരണം അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. കാരണം ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജോലിയൊക്കെ നേടിയത് ഞാൻ അവിടെ ഇരുന്ന് പഠിച്ചത് കൊണ്ടാണ്. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് അവിടേക്കുള്ള യാത്ര വളരെ സ്മൂത്തും അതുപോലെ തന്നെ ഭയങ്കര റിലാക്സിങ് ആണ്. കാലിക്കറ്റ് ക്യാമ്പസ് എന്ന് പറയുന്നത് ഭയങ്കര റിലാക്സിങ് പ്ലേസ്, എനിക്ക് റിലാക്സിങ് പ്ലേസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ കോളേജസൊക്കെ നമുക്ക് ഭയങ്കര കാമൻ ക്വയറ്റുള്ളൊരു സ്ഥലമാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഭയങ്കര സെൽഫ് മോട്ടിവേറ്റഡ് പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ ഓട്ടോ വിളിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എല്ലാ സാറ്റർഡേസിൽ പോകുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാറില്ല. ഈ പ്രാവശ്യം ഓട്ടോയിൽ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണുന്നത് നിങ്ങൾ ഈ ഓട്ടോയിലുള്ള വീഡിയോസ് എടുത്ത ഒരു പോർഷനാണ് ഇപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ടിനെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ അങ്ങനെ ഫ്രണ്ടിന് വീട്ടിൽ പോയപ്പോൾ പോകുന്ന സമയത്ത് അവൾ എന്നോട് പറഞ്ഞത് നടക്കാനുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒത്തിരി നടക്കാനുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു.
അപ്പോൾ ആ പോകുന്ന വേളയിലാണ് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരു തോടൊക്കെ ഉണ്ട്. തോടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഈ തോടും ഗ്രൗണ്ടൊക്കെ ആ ഒരു പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ റിലാക്സിംഗ് ആയിട്ടാണ് ഞാൻ നടന്നത്. കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് തോന്നി, കാരണം കുറച്ച് അധികം ദൂരം നടക്കേണ്ടി വന്നു എനിക്ക്. ഇപ്പം നമ്മൾ കാണുന്നത് ഈ ഗ്രൗണ്ടാണ്. അവിടുന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷേ ഈ ഒരു ഏരിയയിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ആരും അങ്ങനെ ഇല്ലാത്ത ഒരു ഏരിയയാണ്. അപ്പോൾ ഞാൻ പെട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ മുഖമൊക്കെ ചൂടിങ്ങനെ വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. വൈകുന്നേരം ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് എൻ്റെ സിസ്റ്ററിൻ്റെ മകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവളോട് കുറച്ച് നേരം കളിക്കാൻ വിചാരിച്ചു. എനിക്ക് തിങ്ക് ചെയ്ത ഒരു കാര്യമുണ്ട്. അവൾക്ക് 2 മക്കളാണ്, ഒരു ബോയും ഒരു ആണുമാണ്, പെണ്ണും ഒരു ആണുമാണ്. ബോയിയുടെ കേസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ ഞങ്ങളായിട്ട് ഡിപ്പെൻഡബിളാണ്. ഞങ്ങളെ കൂടെ ഞങ്ങൾ വേണം എല്ലാറ്റിനും. അവർക്ക് ഞങ്ങൾ എല്ലാറ്റിനും വേണം. കളിക്കാനാണെങ്കിലും എല്ലായ്പ്പോഴും